ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് ചായക്കടയിലൊക്കെ കിട്ടുന്ന നെയ് ബിസ്ക്കറ്റ് ഉണ്ടാക്കാം. അതിന് നാല് സാധനം മതി ഉണ്ടാക്കാൻ. അതിന് ഓവൻ ഒന്നും ഇല്ലാതെ എങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്ക് കാണാം. ഞാനിവിടെ ഉണ്ടാക്കുന്നത് 2 കപ്പ് ആട്ടപ്പൊടിയിലാണ് ഉണ്ടാക്കുന്നത്. അതിന് നമുക്ക് 1 കപ്പ് പഞ്ചസാര മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചു കൊണ്ടുവരാം. അതിൻ്റെ കൂടെ നമുക്ക് ഒരു 5 ഏലക്കയും കൂടി ഇടാം. ഇതേപോലെ പൊടിച്ചെടുക്കുക. ഒരു തരിയില്ലാതെ നന്നായിട്ട് പൊടിച്ചെടുക്കുക പഞ്ചസാര. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് നെയ്യ് ഒഴിക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇതിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നെയ്യിൻ്റെ കട്ടയൊക്കെ നന്നായിട്ടൊന്ന് ഉടയട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ച പഞ്ചസാര ചേർക്കാം. ഇത് നന്നായിട്ട് നമുക്ക് ഇതുകൊണ്ട് നന്നായിട്ട് പഞ്ചസാരയും നെയ്യും ഓയിലും ഒക്കെ പാടെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് വരട്ടെ. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിൽ 2 കപ്പ് ഗോതമ്പ് പൊടി ഇടാം. 1 കപ്പ്. ഇത് ശരിക്കും ഉണ്ടാക്കുന്നത് മൈദപ്പൊടിയിലാണ്. ഞാൻ ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടിയിലാണ്. ഇനി നിങ്ങൾക്ക് മൈദപ്പൊടിയിൽ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം, കുഴപ്പമില്ല. നല്ല ഇതേപോലെ തന്നെ വരും. ഇതിൽ നമുക്കിനി ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിന് നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് നമ്മൾ ചപ്പാത്തി കുഴക്കണ പോലെ ഒന്നും കുഴക്കണ്ട. നമുക്ക് ഈ മാവും എണ്ണയും പഞ്ചസാരയും ഒക്കെ പാടെ ഒന്ന് നമുക്ക് മിക്സാക്കി എടുത്താൽ തന്നെ മതിയാവും കേട്ടോ. ഇത് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു ലേശം പാൽ ഒഴിച്ചാൽ മതിയെ. ഒരു തുള്ളി പാല്. വെള്ളം പോലെ തോന്നുകയാണെങ്കിൽ ഒരു ലേശം പൊടി കൂടെ ഇട്ട് കുഴച്ചാൽ മതി. ഇതേപോലെയാണ് നമുക്ക് ആവേണ്ടത് കേട്ടോ. കണ്ടില്ലേ? ഇതിങ്ങനെ കുഴച്ചിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഉടനെ തന്നെ നമുക്ക് ബിസ്ക്കറ്റിൻ്റെ വലിപ്പത്തിൽ കയ്യിൽ വെച്ചിട്ട് എടുക്കാം. ഇത് നമുക്ക് ഒരു ചെറിയ ഉരുള എടുക്കുക. ഇതെടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് ഉരുട്ടുക. ഉരുട്ടിയിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ തട്ടി കൊടുക്കുക. ഒറ്റ അടിയിൽ തട്ടുകയാണെങ്കിൽ വക്കൊക്കെ പൊട്ടിപ്പോവും. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പാക്കിയിട്ട് ഉണ്ടല്ലേ ഇതിലേക്ക് തന്നെ വെച്ച് കൊടുക്കുക. ഇതാണ് എൻ്റെ ഓവന്. ഇത് ഞാനിപ്പോൾ 5 മിനിറ്റ് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സാധനം ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ 2 തട്ടിട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടുണ്ടാവും, നോക്കി വെക്കണേ. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് കത്തിക്കാം. ഇത് നമുക്കൊരു മീഡിയം തീയിൽ ഒരു 1/2 മണിക്കൂർ വെക്കാം. ശരിക്കുള്ള ഓവനിലാൾ വെക്കുകയാണെങ്കിൽ ഒരു 15-12 മിനിറ്റൊക്കെ വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് ആവും. ഇത് നമുക്ക് ഇതായതുകൊണ്ട്, എൻ്റെ ഓവൻ ഇതായതുകൊണ്ട് 1/2 മണിക്കൂർ. അങ്ങനെ ഇത് നമ്മൾ വെച്ചിട്ടിപ്പോൾ 1/2 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിനി ഇത് എങ്ങനെ ഉണ്ടെന്ന് തുറന്ന് നോക്കാം. ഭയങ്കര മണം കേട്ടോ. അതിൻ്റെ സൈഡൊക്കെ നല്ല പോലെ മഞ്ഞ കളറായിട്ടുണ്ട്. നമുക്കിനി ഇതായിട്ടുണ്ട്, എടുക്കാം. ഞാൻ ഈ പാത്രത്തിൻ്റെ അടിയിൽ 2 വളയും ഇട്ടിട്ടുണ്ട്, കണ്ടില്ലേ?
ഇതിട്ടിട്ട് അതിൻ്റെ മേലെയാണ് അത് എടുത്ത് വെച്ചിരുന്നത്. ഈ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, നമ്മൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം എടുക്കാൻ, അപ്പോഴേ ബിസ്ക്കറ്റ് ആവുള്ളൂ. അതില്ലെങ്കിൽ നമ്മൾ ചൂടോടെ എടുത്താൽ പൊടിഞ്ഞു പോവുള്ളൂ. അതുകൊണ്ടാണ് ചൂടാറിയിട്ട് എടുക്കണം പറഞ്ഞത്. ഇനി ഇത് നന്നായിട്ടിരുന്ന് ചൂടാറട്ടെ. അങ്ങനെ നമ്മുടെ ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ടുണ്ട്. കണ്ട, നമുക്കൊന്ന് പൊടിച്ചു നോക്കാം. കണ്ടില്ലേ, ഒന്ന് കഴിച്ചു നോക്കാം. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അങ്ങനെ നമ്മുടെ ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മതി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.